അറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നമ്മുടെ സുധീഷും നമ്മുടെ മഹേഷും കൂടി നീതുവിനെ കാണാനായിട്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ അവരുടെ ഒരു കൂട്ടുകാരി ഉപയോഗിച്ചുകൊണ്ട് നീതുവിനെ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുത്തുന്നുണ്ട്. അങ്ങനെ മഹേഷിനെ കണ്ടതും നീതു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മഹേഷ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്നെ അവർ ഒരുപാട് തല്ലിയോ, നിനക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നീതു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ സമയം നീതുവിൻ്റെ സഹോദരൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നീതു ഞെട്ടുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു കയ്യാങ്കളിയിലേക്ക് കടക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നീതുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ തന്നെ തല്ലുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നീതു പറയുന്നുണ്ട്, ഇനി എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത്, എനിക്ക് പ്രായപൂർത്തിയായതാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണമെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പോൾ ഏതാണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എൻ്റെ മേത്ത് തൊട്ടാൽ വിവരം അറിയും, നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാം, തല്ലാനുള്ള അധികാരം നിങ്ങൾക്കിനിയില്ല എന്ന് നീതു അച്ഛനും അമ്മയും സഹോദരനോടും നേരെ പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട്